മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പെട്ടെന്നൊരു ദിവസമായിരുന്നു രാജ്യത്തെ മുസൽമാന്റെ അഭിമാനത്തിന്, അവന്റെ അന്തസ്സിന് ക്ഷതമേൽക്കുന്നത്. 1992 ഡിസംബർ 6 ഒരു കൂട്ടം കാബാലികർ ബാബരി മസ്ജിദ് തച്ചു തകർത്ത ദിവസം. പെട്ടെന്നൊരു ദിവസമായിരുന്നു വീണ്ടും രാജ്യത്തെ മുസൽമാന്റെ അഭിമാനത്തിന്, അവകാശത്തിന്, അന്തസ്സിന് വീണ്ടും ക്ഷതമേൽക്കുന്നത്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്ത അതേ കലാപകാരികൾക്ക് അനുകൂലമായി 2020 സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി വരുന്നു. ബാബരി മസ്ജിദ് വേണ്ട, മറിച്ച് അവിടെ രാമക്ഷേത്രം മതി എന്ന് കലാപകാരികൾക്ക് അനുകൂലമായ ഒരു വിധി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പുറപ്പെടുപ്പിക്കുമ്പോൾ രാജ്യത്തെ മുസൽമാന്റെ അഭിമാനം വീണ്ടും തകർന്നു പോവുകയായിരുന്നു. പക്ഷേ അവരാരും തെരുവിലിറങ്ങിയിട്ടില്ല, അവരാരും ഒരു ക്ഷേത്രം തകർക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല, അവരാരും ഒരു ഹൈന്ദവന്റെ അല്ലെങ്കിൽ ഒരു സംഘപരിവാറിന്റെ ദേഹത്ത് ഒരു പോറലേൽപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. അവർക്ക് വ്യക്തമായി അറിയാം ഇത് ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് അവരാരും തെരുവിലിറങ്ങാത്തത് കൊണ്ട് സംഘപരിവാറിന്റെ കലാപനാടകം അവിടെ അവസാനിച്ചു പോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും വീണ്ടും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ മുസൽമാന്റെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഞാൻ കണ്ടതിൽ വെച്ച്, ഇന്ത്യ രാജ്യം കണ്ടതിൽ വെച്ച് ഇത്രക്കും ചീപ്പായ, നെറികേടായ ഒരു ചീഫ് ജസ്റ്റിസിനെ ഇതിനു മുൻപ് ഈ ലോകം കണ്ടിട്ടുണ്ടാകില്ല, ഈ രാജ്യം കണ്ടിട്ടുണ്ടാകില്ല. ചതിയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികളോട്, ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ചെയ്തിട്ടുള്ളത്. ഈ ചതിക്ക് കാലം മറുപടി തരാതിരിക്കില്ല. ഈ ചതി നിങ്ങളുടെ വിജയമായി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരിക്കൽ ചിന്തിച്ചു പോകും, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമെന്ന്. രാഷ്ട്രപതി ഒരു മഹാപ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് രാജ്യസഭ അംഗത്വം നൽകുന്നു. ആദ്യമായിട്ടാണ് ഒരു സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിന് രാഷ്ട്രപതി രാജ്യസഭ അംഗത്വം നൽകുന്നത്. രാജ്യസഭ അംഗത്വം ലഭിക്കുന്ന ചീഫ് ജസ്റ്റിസുമാരിൽ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാരിൽ രണ്ടാമനാണ് ചീഫ് ജസ്റ്റിസ് ഗൊഗോയ്. പക്ഷേ ഇതെന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാണ് രാജ്യസഭ അംഗത്വം ഇവിടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് നൽകിയത്? അവിടെയാണ് അയോധ്യയിലെ ആ തർക്കഭൂമി വീണ്ടും വീണ്ടും മുന്നോട്ട് വരുന്നത്. ആ തർക്കഭൂമി അത് കൃത്യമായ BJPയുടെ രാഷ്ട്രീയ വോട്ട് ബാങ്കാണ്. അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് രാജ്യത്തെ ഒരു വിഭാഗത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കാനുള്ള BJPയുടെ ഒരു സൈക്കോളജിക്കൽ മൂവാണ് ചില നീക്കങ്ങൾ. ആ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് ഞങ്ങൾ രാജ്യസഭ അംഗത്വം നൽകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതി തന്നെ മുന്നോട്ട് വന്നത്. നിങ്ങൾ ചിന്തിക്കണം, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു 1992 ഡിസംബർ 6 നടന്ന ബാബരി മസ്ജിദ് തച്ചു തകർത്ത ആ സംഭവം. പക്ഷേ ആ സംഭവത്തിന്റെ വസ്തുതകളെ മാനിക്കാതെ വിധി പറഞ്ഞതിന്, സംഘപരിവാറിന് അനുകൂലമായി കുഴലൂത്ത് നടത്തിയതിന് മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് കേന്ദ്ര സർക്കാർ ഇവിടെ രാജ്യസഭ അംഗത്വം നൽകുമ്പോൾ ചിന്തിക്കുക, നമ്മുടെ സുപ്രീം കോടതിയുടെ അവസ്ഥ എന്താണ്? സുപ്രീം കോടതിയിൽ ഇനി എന്ത് നടക്കുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. സുപ്രീം കോടതി ആരുടെ കയ്യിലായിപ്പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയുടെ ഭാഗം തന്നെയാണ് ഈ രഞ്ജൻ ഗൊഗോയ് എന്ന കാലത്തിന്റെ ചരിത്രത്തിൽ നെറികേടുകാരനെന്ന് ഒപ്പുവെച്ച, ചരിത്രം വിശേഷിപ്പിക്കപ്പെട്ട ഈ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു അയോധ്യയിലെ തർക്കഭൂമിയിൽ ബാബരി മസ്ജിദ് തന്നെയായിരുന്നു സത്യമെന്ന്. അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന ഭൂമിയിൽ
രാമക്ഷേത്രം ഉണ്ടായിരുന്നില്ല, അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഒരു ക്ഷേത്രം പണിയാൻ നിങ്ങൾ വിധി പ്രഖ്യാപിച്ചത് എന്ന് പൊതുജനങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ഉത്തരവും നൽകാൻ അയാൾ തയ്യാറായിട്ടില്ല. ഞങ്ങളന്ന് വളരെ വ്യക്തമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി വന്നത്? ഇന്ത്യ രാജ്യത്തെ മുസൽമാന്മാർക്ക് പള്ളി വേണം എന്നുള്ളത് കൊണ്ടല്ല, അവർക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പള്ളികൾ ഈ രാജ്യത്തുണ്ട്. പക്ഷെ ഒരു നീതിയുണ്ട്, രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ വിധി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണം, ശരിയായിരിക്കണം, തുല്യതയായിരിക്കണം എന്നുള്ള ഒരു പ്രായോഗിക രീതിയുണ്ട്. ആ രീതിക്കപ്പുറത്ത് വിധി പറഞ്ഞപ്പോൾ രാജ്യത്തെ മുസ്ലിങ്ങൾ ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിധി പറഞ്ഞത് എന്ന്. അതിനുള്ള ഉത്തരം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുകയാണ്. ഞങ്ങളുടെ ഒരാളായിരുന്നു ഈ പറയുന്ന ചീഫ് ജസ്റ്റിസ്. ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുവന്ന ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രഞ്ജൻ ഗൊഗോയ് എന്ന് BJP ഉറച്ച സ്വരത്തിൽ പറയുന്നു. ഈ നെറികേടിന് കാലം മാപ്പ് നൽകുകയില്ല. രാജ്യസഭാ അംഗത്വം ലഭിച്ച് രാജ്യസഭയിലേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കടന്നു വരുമ്പോൾ, രഞ്ജൻ ഗൊഗോയ്, നിങ്ങൾ കടന്നു വരുന്നത് ഒരു പുതിയ അംഗീകാരത്തോട് കൂടിയാണ് എങ്കിൽ നിങ്ങൾക്ക് രാജ്യത്തെ പൊതുജനം ഒരു പുതിയ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതായത് ചതിയനെന്ന, കൊടും വഞ്ചകനെന്ന ഒരു അംഗീകാരം. ആ അംഗീകാരം കാലത്തിന്റെ താളുകളിൽ മായ്ക്കാൻ പറ്റാത്ത അടയാളമായി എന്നും കാലത്തിന്റെ പാഠപുസ്തകങ്ങളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ അധികാരം, ഈ രാഷ്ട്രീയം എന്നും നിലനിൽക്കാനുള്ളതല്ല. ഈ രാഷ്ട്രീയവും ഈ അധികാരവും മാറാനുള്ളത് തന്നെയാണ്. കാലം ഫാസിസ്റ്റുകൾക്ക് വാഴാൻ ഒരുപാട് വർഷങ്ങൾ നൽകിയിട്ടില്ല. ഫാസിസ്റ്റുകൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇടിഞ്ഞു വീണ ചരിത്രമേ ഉള്ളൂ. ആ ഇടിഞ്ഞു വീഴലിൽ ഒരിക്കൽ നിങ്ങൾ ചിന്തിച്ചു പോകുന്ന സമയമുണ്ട്. ഞാൻ അന്ന് ചെയ്തു പോയത് വലിയ മഹാപാപമായിരുന്നു. ആ പാപം എൻ്റെ ജീവിതകാലത്തിനേക്കാൾ എന്നെ ബാധിക്കുന്നത് എനിക്ക് ശേഷമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുന്ന ഒരവസരം, ഒരു സമയം നിങ്ങളിലേക്ക് കടന്നു വരും. അന്ന് നിങ്ങൾ ചിന്തിക്കും, ഈ രാജ്യസഭാ അംഗത്വം എനിക്ക് വേണ്ടായിരുന്നു. മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന താൻ അന്ന് വിധി പറയേണ്ടത് ന്യായമായിട്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ഈ ലോകത്തോട് തുറന്നു പറയുന്ന ഒരു സമയം വരും. തീർച്ചയായും കാലം അത് തിരിച്ചെഴുതിപ്പിക്കുക തന്നെ ചെയ്യും. പറഞ്ഞു വരുന്നത്, രാജ്യസഭാ അംഗത്വം നൽകി കേന്ദ്ര സർക്കാർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളത് മറന്നുപോയിരിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ട്. മറന്നുപോയത് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് അത് ഞങ്ങൾ മാറ്റിവെച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ മുറിവ് ഇന്നും ഉണങ്ങാതെ തന്നെയുണ്ട്. അത് മുസൽമാനായതുകൊണ്ടല്ല, അത് ഒരു ഹൈന്ദവനായതുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരുന്ന നമ്മുടെ ഈ ഭാരതത്തിന് ഒരു പവിത്രമായ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് രാജ്യത്തൊരു പരമോന്നത നീതിപീഠമുണ്ട്. ആ നീതിപീഠമാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖുകാരനും ജൈനമതക്കാരനും ബുദ്ധനും എല്ലാ വിഭാഗക്കാരും തുല്യരാണെന്ന് ആ സുപ്രീം കോടതി ഭരണഘടനയ്ക്ക് അനുവാദകമായിട്ട് വിളിച്ചു പറയേണ്ടത് തന്നെയാണ്. അവിടെ അതുണ്ടാവാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മനസ്സിനകത്ത് ആ മുറിവ് ഇന്നും നിലനിൽക്കുന്നുള്ളത്. പള്ളി തകർത്തത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. കാരണം പള്ളി തകർക്കപ്പെട്ടിട്ടുള്ളത് ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ രാജ്യമെന്ന് അറിയപ്പെട്ട ഇന്ത്യയിലായതുകൊണ്ടാണ്. പക്ഷേ ആ ഇന്ത്യ ഇന്ന് ഒന്നുമല്ലാതായിരിക്കുന്നു. രഞ്ജൻ ഗൊഗോയ് കാലങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങളെ എഴുതി വെക്കുക ചതിയൻ എന്ന, അല്ലെങ്കിൽ ചതിയുടെ പ്രത്യാശാസ്ത്രത്തിന്റെ ഭാഗമായിരുന്ന ഒരു ചീഫ് ജസ്റ്റിസ് എന്നായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.
Liva Silks, Kasargod, Kanyanad, Mangalore.